ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളും അവർക്ക് 2024 അവരുടെ യോഗത്തെ പറ്റിയും ആണ്. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഇവരുടെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത്. ഇവർ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ നല്ല സ്വഭാവത്തിന് ഉടമകളായിരിക്കും. ഇവർ പാദദോഷമുള്ള നക്ഷത്രക്കാരായിട്ട്, ഇവരിൽ എല്ലാവരും ഇല്ല, ചിലരൊക്കെ പാദദോഷമുള്ള നക്ഷത്രക്കാരായിട്ട് അറിയപ്പെടുന്നു. അതായത് 1-ാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ അവരവർക്ക് തന്നെയും കുട്ടിക്ക് തന്നെയും, അതുപോലെ 2-ാം പാദത്തിലാണെങ്കിൽ മാതാവിനും, 3-ാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ പിതാവിനും, 4-ാം പാദത്തിൽ ജനിച്ചാൽ അത് അമ്മാവിന് ദോഷമായിട്ട് വരുന്നതാണ്. ഇവരുടെ കൂറെന്ന് പറയുന്നത് കർക്കിടക കൂറിലാണ് ഇവർ ജനിക്കുന്നത്. ഇവർ ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ എന്ന് പറയുന്നത് ശനിയാകുന്നു. പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ അധികവും ഹൃദയ ചാഞ്ചല്യം ഉള്ളവരായിട്ടാണ് കാണുന്നത്. അത് ശനിയുടെ ഗ്രഹമായതുകൊണ്ടാണ് അങ്ങനെ ഹൃദയ ചഞ്ചലത ഇവരിൽ കാണുന്നത്. ഇവർ ജനിക്കുന്നത് തന്നെ ശനിദശയിലാണ്. അതുകൊണ്ട് തന്നെ ബാല്യാവസ്ഥ ഇവർക്ക് അരിഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ബാല്യകാലം അത്ര നല്ലതായിരിക്കില്ല. പിന്നീട് വരുന്ന 24 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇവർക്ക് ബുധദശയായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലായാലും തൊഴിലിനായാലും എല്ലാം നല്ല ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന 7 വർഷം എന്ന് പറയുന്നത് കേതൂർ ദശയാണ്. ആ കേതൂർ ദശയിൽ ഇവർക്ക് അല്പസ്വല്പം ദോഷങ്ങളൊക്കെ ഉള്ള കാലഘട്ടമാണ്. ആ സമയത്ത് ഗണപതി ഭഗവാനെ നന്നായിട്ട് ഭജിക്കാനും ഗണപതി ഹോമവും അതല്ലെങ്കിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്താനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിനുശേഷമാണ് ഇവർക്കൊരു ജീവിതത്തിൽ നല്ലൊരു കാലഘട്ടം ഉണ്ടാകുന്നതാണ്. ശുക്രദശയിലാണ് ഇവർക്ക് ഇവരുടെ ദാമ്പത്യ ജീവിതവും എല്ലാം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ശുക്രദശയിലൂടെ ഇവർക്ക് സാധിക്കുന്നതാണ്. അതായത് അതിനുശേഷം ഇവർക്ക് ആദിത്യദശയാണ്. ആദിത്യദശയിൽ അല്പസ്വല്പം ദോഷങ്ങളൊക്കെ ഇവരെ ബാധിച്ചിരിക്കും. പിന്നീട് വരുന്നത് ചന്ദ്രദശയാണ്. അതും ഇവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇവരുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ ദശയിൽ ജനിക്കുന്നവർ നല്ല കഠിനാധ്വാനികൾ ആയിരിക്കും, അതുപോലെ വാചാലരും ആയിരിക്കും. ഇവർ സ്ഥിരമായിട്ട് ഒരു തൊഴിലിൽ ഉറച്ച് നിൽക്കാറില്ല. ഇവർ പൊതുവെ ചഞ്ചല ഹൃദയരായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇവർ ഒരു തൊഴിലിൽ ഏർപ്പെട്ടിട്ട് അതിൽ ചിലപ്പം പരാജയം വരും. പരാജയപ്പെട്ടു എന്ന് കരുതി ഇവർ അടങ്ങിയിരിക്കാറില്ല. ഇവർ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് മറ്റൊരു തൊഴിലിനെ തേടിപ്പോയി അതിൽ വിജയം കണ്ടെത്താൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഇവർ പൊതുവെ സമ്പന്നരായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ജലരാശിയിൽ ജനിക്കിയാൽ ഇവർക്ക് ജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ കിട്ടാനാണ് കൂടുതൽ സാധ്യത. അതുപോലെ പിന്നെ ഡോക്ടർമാരാകാൻ, അതായത് മെഡിസിൻ മേഖലയിൽ, എഞ്ചിനീയറിംഗ് സെഷനിൽ, അക്കൗണ്ടിങ് സെഷനിൽ ഒക്കെ ജോലി കിട്ടാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ്. ഇവർ ഗൃഹഭരണത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുപോലെ ഇവർ ശോഭിക്കുന്നതാണ്. അതായത് ഗൃഹഭരണത്തിൽ അത് സ്ത്രീകളുടെ കാര്യമാണ്. ഗൃഹഭരണത്തിലായാലും 2 രീതിയിലും അവർ ഒരുപോലെ ശോഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം അത്ര ശുഭകരമായിരിക്കില്ല. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാർ വന്നതിന് ശേഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അതാണ് അവരുടെ ഭാര്യയായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ദൈവഭക്തിയുള്ളവരായിരിക്കും. ഇവർക്കുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെയെല്ലാം തന്നെ ഇവർ ആ ഭക്തിയിലൂടെ തന്നെ അവർ അതിനെയൊക്കെ മറികടന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ 2024 ഇവർക്ക് രാജയോഗ തുല്യമായ ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുന്നത്. അതായത് രാജയോഗം ഇവരുടെ ജാതകത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സമൃദ്ധിയുള്ള ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ പല ക്ലേശങ്ങളും ഇവർ അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു തിരിച്ചടിയായിട്ട് അവർക്ക് എല്ലാ തരത്തിലും ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യം ഇവരെ തേടിയെത്തുന്നതാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ട്. ഈ വർഷം മാംഗല്യത്തിനൊക്കെ യോഗമുണ്ട്. അതായത് ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് രാജതുല്യമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.